മഞ്ജരി, മിഥുനെ കുറിച്ചുള്ള ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അറിയാതെയാണോ ഇത്ര നാളും മിഥുനോടൊപ്പം കഴിഞ്ഞത്? ഈ തെറ്റ് ഇന്ന് സംഭവിച്ചത് പോട്ടേന്ന് വെക്കുന്നു. മേലിൽ ഇത് ആവർത്തിച്ചു പോവരുത്. ശരി ആന്റി. മാറ്റ്, ഇതെല്ലാം ഇവിടെ നിന്നെടുത്ത് മാറ്റ്. ഈശ്വര, എനിക്കൊരു നല്ല ബുദ്ധി തോന്നിയത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ പണിക്കരി പറഞ്ഞ ആപത്ത് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. മേഘനെ, നിനക്കെന്താ പറ്റിയത്? നീ വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലോ. എന്തോ ഒരു കാര്യം നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇല്ലേട്ടാ, അങ്ങനെയൊന്നുമില്ല. അത് ഏട്ടന് വെറും തോന്നലായിരിക്കും. ഞാൻ എപ്പോഴത്തും പോലെ തന്നെയാണല്ലോ. അല്ല മേഘനെ, ഞാൻ ഇന്ന് കാലത്തോട്ട് നിന്നെ ശ്രദ്ധിക്കുന്നതാ. നിന്റെ ഉള്ളിൽ എന്തോ ടെൻഷനുണ്ട്. ഏതോ ഒരു വലിയ പേടി നിന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ ഉള്ളിലുള്ളത് പറഞ്ഞ ആരും വിശ്വസിക്കില്ല മിഥുനേട്ടാ. വലിയൊരു അപകടം ഏട്ടനോട് അടുത്തോണ്ടിരിക്കുന്ന, അതാണ് എന്റെ പേടി. അത് അതിവേഗം മിഥുനേട്ടനോട് അടുക്കും. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പറഞ്ഞ എല്ലാവരും എന്നെ തന്നെ പഴിക്കും. എന്താ കാര്യം? ഒന്നുമില്ല മിഥുനേട്ടാ. മിഥുനേട്ടൻ പോയി കിടന്നുറങ്ങിക്കോ. പൊയ്ക്കോ ഏട്ടാ. മിഥുനേട്ടാ, ഏട്ടനൊന്നും സംഭവിക്കരുത്. ഞാൻ ഉള്ളിടത്തോളം അതിന് അനുവദിക്കില്ല. മേഘനെ, എല്ലാവരും മുൻപിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു അല്ലേ? നീ കാരണോ ഇന്ന് എന്നെ ആന്റി വഴക്ക് പറഞ്ഞതും വാൺ ചെയ്തതും അല്ല. വീണ്ടില്ല ഞാൻ. നിനക്ക് വേണ്ടിയുള്ള ഓരോ അടി എണ്ണി എണ്ണി കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. കണക്കിൽ ഒരു അംശം പോലും കുറയാതെ എല്ലാം ഞാൻ നിനക്ക് തിരിച്ചു തന്നിരിക്കും. വരുന്നൊരാഴ്ചക്കുള്ളിൽ മിഥുനു ചുറ്റും അതിഭീകരമായ ഒരു ആപത്ത് ആവരണം ചെയ്തിരിക്കുകയാണ്. ആർക്കും ഊഹിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു പ്രളയമാണ് അവനെ വിഴുങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത്. മോളെ മേഘനെ, മിഥുനെന്തെങ്കിലും ആപത്തുണ്ടാകുമെന്നുള്ള നിന്റെ പേടി എനിക്ക് മനസ്സിലാവും. പക്ഷേ നിന്റെ ആ പേടി മറ്റുള്ളവരെയും കൂടി പേടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം. ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. എപ്പോ എന്താ ആപത്താ വരിക എന്നുള്ളത് ഒരു പിടിയും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്താ ചെയ്യാ? എല്ലാത്തിനെയും പേടിക്കേണ്ടിയിരിക്കുന്നു. ആ പേടിയാണ് എല്ലാത്തിനെയും സംശയിപ്പിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. എന്ത് ചെയ്യാന്? മിഥുന്റെ അപകടത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാലും ആരും അതിപ്പോ വിശ്വസിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, നീ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് നിന്നെ തന്നെ എല്ലാവരും പഴിക്കും. അതുകൊണ്ട് നിന്റെ പേടിയും വെപ്രാളവും എല്ലാം നീ മനസ്സിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കുക. എന്തായാലും കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് ആ ആപത്തിൽ നിന്നും മിഥുനെ രക്ഷിക്കാൻ നമുക്ക് തയ്യാറായിട്ടിരിക്കാം. ആയിക്കോട്ടെ അച്ഛാ. ഹലോ, ശരി, ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്തിക്കോളാം. നോ, ആസ് സൂൺ ആസ് പോസിബിൾ ഐ വിൽ ബി ദർ. അതല്ല, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ ശ്രമിച്ചോളാം. ഓക്കെ. മിഥുനേട്ടാ,
എന്താ മേഘനെ പെട്ടെന്ന് പറ, ഞാനൊരു അത്യാവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ഈ സമയത്ത് എന്താ അത്യാവശ്യ? മേഘനെ അതൊന്നും വിവരിക്കാൻ ഇപ്പൊ സമയമില്ല, അതൊക്കെ ഞാൻ വന്നിട്ട് നിന്നോട് പറയാം. മിഥുനേട്ടാ, ഞാനും കൂടെ വന്നോട്ടെ? എന്താ പറഞ്ഞു? നീയും എന്റെ കൂടെ വരുമെന്നോ? അതെന്തിനാ? കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, വരുന്ന വഴിയിൽ വാങ്ങിക്കാലോ. അതിന് സുദീപിനെ പറഞ്ഞയച്ചാ പോരെ? സുദീപ് ഇവിടെ ഇല്ല മിഥുനേട്ടാ. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോണെന്ന് പറയുമ്പോ ഭർത്താവായിട്ട് കൂട്ടിക്കൊണ്ട് പോവേണ്ടത് ഏട്ടൻ തന്നെയല്ലേ? മേഘനെ, നീ എന്റെ സാഹചര്യം മനസ്സിലാക്കാതെ ഓരോന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് വരുന്നേ. പിന്നെ എപ്പോഴെങ്കിലും പോയി നിന്റെ സാധനങ്ങൾ വാങ്ങിച്ചാ പോരെ? അത് പറ്റില്ല മിഥുനേട്ടാ, എല്ലാം തീർന്നിരിക്കാം. ഞാനും ഇപ്പൊ കൂടെ വരുവാ, എന്നും കൂടെ കൊണ്ടുപോയേട്ടാ പ്ലീസ്. ശരി ശരി, നിന്നോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ അത് പറഞ്ഞ് മനസ്സിലാക്കാനോ എന്റെ കയ്യിൽ സമയമില്ല. വേഗം വാ. ഈ സമയത്ത് മിഥുനും മേഘനയും കൂടി എങ്ങോട്ടേക്കായിരിക്കും? മിഥുൻ എന്തിന്റെ കേടാ? ഇതിനു മുമ്പ് എവിടേക്ക് പോയാലും എന്നോടൊരു വാക്ക് പറയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, എന്നോടൊന്നും പറയാറില്ല. എന്നിട്ട് കൂടെ മേഘനയും കൂട്ടിക്കൊണ്ട പോക്ക്. മിഥുന്റെ ഈ മാറ്റം എന്റെ ഭാവി ജീവിതത്തിന് അപകടമാണല്ലോ. ഛേ, അപ്പോഴേക്കും നമ്മൾ ഓഫീസിലെത്തിയോ? എന്തിനാ മിഥുനേട്ടാ അങ്ങനെ നോക്കുന്നേ? ഇത് നമ്മുടെ പുതിയ ഓഫീസാ. നീ ഇതുവരെ നമ്മുടെ ഈ ഓഫീസ് കണ്ടിട്ടില്ലല്ലോ. പിന്നെങ്ങനെയാ നമ്മുടെ ഈ ഓഫീസിലെത്തി നീ പറഞ്ഞത്? ഇനി ഞാൻ അറിയാതെ നീ ഓഫീസിലേക്ക് വന്നു പോയിട്ടുണ്ടോ? അതെങ്ങനെയാ മിഥുനേട്ടാ? ഓഫീസിലേക്കല്ലേ നമ്മൾ പുറപ്പെട്ടത്, അപ്പൊ കാറ് നിർത്തിയതും ഇതായിരിക്കും ഞാൻ ഊഹിച്ചതാ. ഇനി ഇതിന്റെ പിറകെ നടന്ന് എന്താ മിഥുനേട്ടനെ കണ്ടുപിടിക്കാനുള്ളത്? അറിയാതെ എന്റെ വയന്ന് വീണു പോയതാ. ഈശ്വര, മേഘനന്ദ ഞാനാണെന്ന് മിഥുനേട്ടൻ കണ്ടുപിടിച്ചേനെ. പറയടോ, എന്താ കാര്യം? എന്തിനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? അത് പറയാം സർ. ഇത് SRT കൺസ്ട്രക്ഷന്റെ ഫയലാ. ഇതിൽ കുറച്ച് നൂലാമാലകളുണ്ടെന്ന് അവർ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് സർ. ഇത് രാത്രി തന്നെ സ്റ്റഡി ചെയ്തിട്ട് നാളെ റിപ്പോർട്ട് കറക്റ്റ് ചെയ്ത് അയക്കാൻ പറഞ്ഞിരിക്കുക. എൻ്റെ ബൈക്കാണെങ്കിൽ സ്റ്റാർട്ടാകുന്നില്ല. അത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആകും സർ. അതാ സാറിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. ഓക്കെ, ആ ഫയൽ ഇങ്ങോട്ട് വന്നു. ശരി എന്നാ, നീ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഇതാരീ ഫാൻ ഇട്ടതും? അയ്യോ,
കാതുകളിൽ നീയാണു രാഗം ഒരുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ അയ്യോ, ഞാൻ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തതേ ഉള്ളൂ. സ്വിച്ച് ഓഫ് ചെയ്തില്ലല്ലോ. മേഘനെ, ആ? അവിടെ അതുപോലെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടെന്ന് നിനക്കെങ്ങനെ അറിയാം? അയ്യോ, മേഘനെ, നീ മേഘനന്ദയെ ആവാഹിക്കാതെ. ഇപ്പൊ നീ മേഘനയാ. മേഘനയെ പോലെ പെരുമാറ്. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അവിടുത്തെ ആ സ്വിച്ച് ബോർഡിനെ പറ്റി ഇത്ര കൃത്യമായിട്ട് അറിയുന്നത് ഈ ഓഫീസിലെ ആളുകൾക്ക് മാത്ര. നീ നല്ല പരിചയമുള്ളത് പോലെയാണല്ലോ ആ ഭാഗത്തേക്ക് പോയി കമ്പ്യൂട്ടർ ഓഫ് ചെയ്തത്. അത് ഏട്ടാ, അത് പിന്നെ ഞാൻ ജനറലി ഇങ്ങനെയുള്ള ഓഫീസുകളില് എംപ്ലോയീസിന് പെട്ടെന്ന് റീച്ച് ആവുന്നിടത്താ ഇതെല്ലാം ഉണ്ടാവുക. ആ ഒരു ഓർമ്മയിൽ നോക്കിയതാ. പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ പോലും മോണിറ്ററിന്റെ അടുത്ത് തന്നെയാ സ്വിച്ച് ബോർഡും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെയായിരിക്കും ഇവിടെ നിന്ന് കരുതി ഗസ് ചെയ്തതായിരുന്നു ഞാൻ ഏട്ടാ. സ്വിച്ച് ഓൺ ആയിരുന്നപ്പോ ഓഫ് ചെയ്തേ ഉള്ളൂ. എന്നാലും ഇതിപ്പോ ചില എംപ്ലോയീസ് ഇങ്ങനെയാ, ഒരു ശ്രദ്ധയുണ്ടാവില്ല ഏട്ടാ. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തത് ആരാന്നറിയില്ല. എന്തൊരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് നോക്കണേ. ഇറങ്ങുന്നതിന് മുന്നേ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് വെച്ചാ ഇത്രയ്ക്ക് അശ്രദ്ധയുള്ളവരെ എന്തിനാ ചേട്ടാ ജോലിക്ക് എടുക്കുന്നേ? മേഘനെ, ആ സ്പേസില് മേഘനന്ദ എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവളെ ഒന്നും പറയണ്ട. അവള് ചിലപ്പോ തിടുക്കത്തിൽ വല്ലതും മറന്നും പോയതായിരിക്കും. എന്നാലും നല്ല ചുമതലാ ബോധമുള്ള കുട്ടിയാ അവള്. ഇനി എത്ര വലിയ ജോലി ഏൽപ്പിച്ചാലും നിഷ്പ്രയാസം ചെയ്തു തീർക്കും. നല്ല ബുദ്ധിയുള്ള കുട്ടിയാ, ഒരുപാട് ആത്മാർത്ഥതയുണ്ട്. അവളുടെ ആ സ്വഭാവവും പിന്നെ ആ പെരുമാറ്റ രീതികളും എല്ലാം ആരും ആകർഷിച്ചു പോകുന്ന തരത്തിലുള്ളതാ. ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയെ ഒരു സ്വിച്ച് ഓഫ് ചെയ്യാൻ മറന്നതിന്റെ പേരില് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. മേഘനയോട് വെറുപ്പാണെങ്കിലും മേഘനന്ദയിലുള്ള നല്ല ഗുണങ്ങളെങ്കിലും ഏട്ടൻ തിരിച്ചറിഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. എന്നാ ശരി മേഘനെ, നമുക്ക് പോവാം. നമുക്ക് പോവാം. കം. മഞ്ജരി, നീ എന്താ രാത്രി ഇവിടെ വന്ന് നിൽക്കുന്നെ? നീ വല്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ആ മിഥുൻ കാരണം എന്റെ അവസ്ഥ എവിടം വരെ എത്തി നോക്ക്. എന്നെ സമാധാനം എല്ലാം നശിച്ചിരിക്കുക. എന്തൊരു ജീവിതം എന്റെ ഇത്. അങ്ങനെ മിഥുൻ എന്ത് ചെയ്തു എന്നാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് മോളെ? കാര്യം എന്താന്ന് എന്നോട് തുറന്ന് പറയും മഞ്ജരി. പറയാനും മാത്രം ഒന്നുമില്ല ആന്റി. ആ മേഘനയും കൂട്ടിക്കൊണ്ട് പുറത്തെവിടേക്കോ പോയിരിക്കുക. അതും ഈ അസമയത്ത് എന്തിനു പോണം? എവിടെ പോയതാണെന്നും അവർക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചു കാണുമെന്നും എനിക്കാകെ പേടിയാവുന്നു ആന്റി. എന്ത്? മേഘനയെ കൂട്ടിക്കൊണ്ട് മിഥുൻ ഈ സമയത്ത് പുറത്തു പോയെന്നോ?
കം. എന്താ മഞ്ജരി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? അതിന് നീ എന്നെ അനുവദിച്ചിട്ട് വേണ്ട മിഥുൻ. സമാധാനം ഉണ്ടെങ്കിലല്ലേ ഉറക്കം കിട്ടും. എന്തൊരു ഗതികേടി കൂടിയാ ഞാൻ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നേ. വാട്ട് യു മീൻ? അതിന് ഞാനെന്താ ചെയ്തേ? നീ ഒന്നും ചെയ്തില്ല അല്ലേ? ഈ അസമയത്ത് മേഘനയും കൂട്ടിക്കൊണ്ട് നീ എവിടെ പോയതാ? രാത്രി കറങ്ങിയടിക്കാൻ പോയതാണോ? വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് മഞ്ജരി? ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു നിന്നോട് ചോദിച്ചിട്ട് വേണോ ചെയ്യാൻ? നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് ശരിയാണെന്ന് ധരിക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ നിന്നോടൊപ്പം മേഘനയും കൂട്ടിക്കൊണ്ട് എന്ത് മലമറിക്കാനാ നീ പോയത്? അർജന്റായിട്ട് ഈ ഫയൽ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാ. അതിനുവേണ്ടി നമ്മുടെ പുതിയ ഓഫീസിലാ പോയേ. ആ സമയത്ത് മേഘനയ്ക്കൊന്ന് കടയിൽ വരെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവളെയും കൂടെ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ നിനക്കെന്താ എത്ര വലിയ ടെൻഷൻ? മേഘന കടയിൽ പോകാൻ വേണ്ടി വന്നതാണെങ്കിൽ അവളുടെ കയ്യിൽ സാധനങ്ങൾ വലുതും കാണണ്ടേ? എവിടെയാണ് അവള് വാങ്ങിച്ച സാധനങ്ങളൊക്കെ? അതൊക്കെ വാങ്ങിക്കാൻ മറന്നല്ലേ? അയ്യോ മഞ്ജരി, ഇപ്പൊ ഓർമ്മിപ്പിച്ചത് വളരെ നന്നായി. എന്താ മിഥുനേട്ടാ ഇത്? ഞാനേ മറന്നുപോയി. മിഥുനേട്ടനെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടായിരുന്നോ? ഓഫീസിലെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോ ഏട്ടൻ ഇങ്ങ് പോന്നു. ഏട്ടനോടൊപ്പം ഞാൻ വന്നത് എന്തിനാണെന്നുള്ള കാര്യം പോലും ഏട്ടൻ മറന്നുപോയല്ലേ? എന്തൊരു കഷ്ടമായത്. വരുന്ന വഴിയിൽ കടയിൽ കയറണം എന്നുള്ളത് ഞാനും അങ്ങ് വിട്ടുപോയി. ഇതപ്പം നന്നായത് മേഘനെ. എനിക്ക് എന്റേതായ ടെൻഷൻ ഉണ്ടായിരുന്നു. ഓർമ്മിക്കേണ്ടതും കടയിൽ നിർത്തണമെന്ന് പറയേണ്ടതും നീ തന്നെയല്ലായിരുന്നോ? നീ അത് മറന്നിട്ട് എന്നെ കുറ്റം പറയാണോ? പോട്ടെ, സാരല്ല മിഥുനേട്ടാ. എന്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ മഞ്ജരി ആകെ വിഷമിച്ചു പോയത്. അവളുടെ ആ വിഷമം മാറ്റണമെങ്കിൽ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഒന്നുകൂടി കടയിൽ പോണം. നമുക്ക് രണ്ടുപേർക്കും കൂടി ആ കടയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. രണ്ടുപേർക്കും കൂടി വേണ്ടുന്ന സാധനങ്ങളും വാങ്ങിക്കാവല്ലോ. എന്താ മഞ്ജരി, ഇപ്പോ ഞങ്ങൾ ഒരുമിച്ച് പോയാല് നിനക്ക് സന്തോഷാവില്ലേ? മേഘനെ, ഇപ്പൊ തന്നെ ഒത്തിരി സമയമായി. ഇനിയിപ്പൊ ചെന്നാ ഒരു കടയുണ്ടാവില്ല. അതുകൊണ്ട് ഇനി നാളെ വാങ്ങിക്കാം. ഇങ്ങനെ ഞാൻ മറക്കുന്ന ഓരോ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണേ മഞ്ജരി. ഇപ്പൊ ഓർമ്മിപ്പിച്ചത് നന്നായി. നാളെ മിഥുനേട്ടനോടൊപ്പം ചെന്ന് എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാം. പിന്നെ നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നുള്ള തോന്നല് ആദ്യം അങ്ങ് മാറ്റിവെക്ക്. നിന്നെപ്പോലെ തന്നെ ഞാനും ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിന്റെ കുബുദ്ധി തന്നെ നിനക്ക് വിനയായി തീരും. നിന്റെ ഈ സൂത്രപ്പണികൾ അല്ലെങ്കിൽ തന്നെ എന്റെ അടുക്ക് വില പോവില്ല.